സഞ്ജീവനി എന്ന ബിഫ്രണ്ടിങ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന സൂയിസൈഡ് പ്രിവെൻഷൻ വീഡിയോ ആണിത്. സൂയിസൈഡ് എന്തുകൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നത്? അപ്പം ഒരു സൊസൈറ്റിയിൽ ഒരാൾക്കാർ എങ്ങനെയാണോ ഇടപഴകുന്നത് അത് ബേസ് ചെയ്താണ് ആൾക്കാർ സൂയിസൈഡിനെ കുറിച്ച് തീരുമാനിക്കുന്നത് എന്നാണ് എമിലി ദുർക്കheim എന്നൊരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹം 4 ടൈപ്സ് ഓഫ്, അതായത് 4 റീസൺസ് ഓഫ് സൂയിസൈഡ്സ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയും. അതായത് എനിക്ക് ഈ ലോകത്ത് ആരുമില്ല, എനിക്കൊരു പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കത് ഫേസ് ചെയ്യാനായിട്ട്, ഞാനിനി എന്തിന് ജീവിക്കണം, എൻ്റെ പ്രശ്നം അത് എന്നോട് തന്നെ അവസാനിക്കട്ടെ, എനിക്ക് ഇതിനപ്പുറത്ത് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. രണ്ടാമത്തത് ആൾട്രൂറിസ്റ്റിക് സൂയിസൈഡ്. അതായത് ഇപ്പം നമ്മുടെ സോൾജേഴ്സൊക്കെ ഇല്ലേ, അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ബാക്കി അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതാണ് ആൾട്രൂറിസ്റ്റിക് സൂയിസൈഡ്. ഇപ്പം അതിന് നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ സോൾജേഴ്സ്. അവരവരുടെ ലൈഫ് ത്യാഗം ചെയ്തുകൊണ്ട് അവർ ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നു. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് അനമിക് സൂയിസൈഡ് എന്ന് പറയുന്നത് ഇപ്പം പെട്ടെന്ന് ലൈഫിലൊരു ചേഞ്ച് വന്നു, റൊട്ടീനിലൊരു ചേഞ്ചസ് വന്നു. അതായത് പെട്ടെന്ന് ജോബ് ലോസ് ആവുക, പെട്ടെന്ന് നമുക്ക് 2008 റെസിഷൻ വന്ന് നമുക്ക് പെട്ടെന്ന് ഒരുപാട് പേർക്ക് ഫിനാൻസും ജോബൊക്കെ ലോസായി. അതുപോലെ കോവിഡ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും ചെയ്യുന്നതാണ് ഈ അനമിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. നാലാമത്തത് ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ്. എനിക്കിനി ഒരു എസ്കേപ്പിസം ഇല്ല ഇതിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പം പെട്ടെന്നൊരു പ്രിസണർ ആവുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡിസീസ് വരിക, വലിയ ഡിസീസസ് വന്നിട്ട് അതിന് ഇനി എനിക്ക് വേറെ ഒന്നും ഇല്ല അങ്ങോട്ട് എന്ന് ചിന്തിക്കുക, ഒത്തിരി ഒപ്രസീവായിട്ടുള്ള മാരേജസിൽ ചെന്നപ്പെടുക, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെന്നപ്പെടുക. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുടുങ്ങിപ്പോയി, ഇനി എനിക്ക് അങ്ങോട്ട് ഇല്ല, എനിക്ക് ഇനി എസ്കേപ്പിസം ഇല്ല എന്ന് ചിന്തിച്ച് ചെയ്യുന്നതാണ് ഈ ഒരു ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ്. ഇപ്പം ഈ 4 തരത്തിലായിരിക്കും ആൾക്കാർ സൂയിസൈഡ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം കൂടെയുള്ള ആൾക്കാർക്ക് അതിനെ നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് നമ്മൾ അവെയർ ആവുക. ആരെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻ്റർവെൻഷൻ കൊടുത്ത് നമുക്ക് അവരുടെ ആ സൂയിസൈഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുക, ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിപ്പോൾ ഞങ്ങൾ സഞ്ജീവനിയുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അതിലോട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. നമ്മൾ Monday to Saturday 1 to 5 o'clock അവിടെ കാണും. അതുപോലെ 24/7 നമ്മൾ മൊബൈലിൽ അവൈലബിൾ ആണ്. സോ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.